ഇനി നമ്മൾ ഇങ്ങ് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. മലപ്പുറത്തു ചേരുന്ന ലീഗ് നേതൃയോഗത്തിന് ശേഷം പാണക്കാട് സാദിഖ് അലി തങ്ങളാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഇ.ടി. മുഹമ്മദ് ബഷീർ മലപ്പുറത്തും സമദാനി പൊന്നാനിയിലും സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. യുവ നേതാക്കൾക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നേതാക്കൾ ഇന്നലെ സാദിഖ് അലി തങ്ങളെ കണ്ടിരുന്നു. അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകും. അരുൺ, ഇത്തവണ വലിയ രീതിയിലുള്ള മൂന്നാം സീറ്റ് അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് എന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. അതിനുള്ള അർഹതയുണ്ടെന്നുള്ള കാര്യം സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ആവർത്തിച്ച് PM സലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ അത് ആ ഒരു നീക്കം ഫലം കാണാതെ പോവുകയും ചെയ്ത് നമ്മൾ കണ്ടു. ഈ നിലവിലിപ്പോൾ സ്ഥാനാർത്ഥികൾ ആരാകാനുള്ള സാധ്യത, ഒപ്പം ഈ യുവ നേതാക്കൾക്കുള്ള പരിഗണന നൽകണമെന്നുള്ളതൊക്കെ ഏത് തരത്തിൽ ചർച്ചയ്ക്കെടുത്തിട്ടുണ്ട്? ലീഗ് യോഗം ആരംഭിച്ചിരിക്കുകയാണ്. ആരാകും ലീഗ് സ്ഥാനാർത്ഥികൾ എന്നതിൽ നമുക്ക് ഇന്ന് സാദിഖ് അലി തങ്ങളാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ പോവുക. യുവ നേതാക്കൾക്ക് പരിഗണന വേണമെന്നുള്ള കാര്യം യൂത്ത് ലീഗ് മുന്നോട്ട് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇ.ടി. മുഹമ്മദ് ബഷീർ മലപ്പുറത്തും സമദാനി പൊന്നാനിയിലുമാകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ മറ്റു പേരുകൾ ഉണ്ടാകും, മറ്റു പേരുകളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല. എങ്കിൽ ഈ രണ്ട് പേരുകൾ തന്നെയാണ്. പക്ഷേ മൂന്നാമതൊരു സീറ്റ് എന്നുള്ള ആവശ്യവും കൂടുതൽ സീറ്റിന് ലീഗിന് അർഹതയുണ്ടെന്നുള്ള കാര്യമൊക്കെ ലീഗ് നേതാക്കൾ പലവരും പറഞ്ഞതാണ്. ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതൊക്കെ ആ തരത്തിൽ ആ നീക്കങ്ങളൊന്നും ഫലം കാണാതെ പോയത് നമ്മൾ കണ്ടു. എന്തായാലും പൊന്നാനിയിലും മലപ്പുറത്തേക്കുമുള്ള ലീഗ് സ്ഥാനാർത്ഥികൾ ആരെന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകുന്നുണ്ട്. അരുൺ, യോഗം ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ? അക്ഷയ, ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ലീഗിന്റെ നിർണായക പാർലമെന്ററി ബോഡി യോഗമാണ് അല്പസമയത്തിനകം ആരംഭിക്കും. നേതാക്കളൊക്കെ ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷയ, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കം മുതൽ ലീഗിന്റെ ആവശ്യമായിരുന്നു മൂന്നാം സീറ്റ് എന്നുള്ളത്. അതിന് ബദലായി കോൺഗ്രസ് നിർദ്ദേശിച്ചത് രാജ്യസഭാ സീറ്റ് എന്ന ഉപാധിയാണ്. അതിൽ ലീഗ് തൃപ്തരായോ എന്നുൾപ്പെടെയുള്ള കാര്യം ഔദ്യോഗികമായി തന്നെ അവർ വ്യക്തമാക്കേണ്ടതുണ്ട്. ആ ധാരണ തന്നെയാവും കോൺഗ്രസുമായി നടന്ന ചർച്ചയിലെ ധാരണ തന്നെയാകും ഈ ഒരു ചർച്ചയിൽ പ്രധാനമായും ചർച്ചയാകുന്നത്. ഒപ്പം തന്നെ എന്താണ് ലീഗ് എത്തിയിരിക്കുന്ന ഒരു ഫോർമുല? ഈ മലപ്പുറത്ത് ഇ.ടി. മുഹമ്മദ് ബഷീർ എത്തുന്നു. പൊന്നാനിയിൽ നിന്ന് തുടർച്ചയായി 3 തവണ മത്സരിച്ച ഇ.ടി. മലപ്പുറത്തേക്ക് വരുന്നു. സമദാനി പൊന്നാനിയിലേക്കും പോകുന്നു. ആ ഒരു ഫോർമുലയിൽ ലീഗ് എത്തിയോ? അങ്ങനെയെങ്കിൽ ഇന്നലെ യൂത്ത് ലീഗ് നേതാക്കൾ ഉൾപ്പെടെ അവരുടെ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഫൈസൽ ബാബുവിന്റെ പേരുകൾ ഉൾപ്പെടെ ഉയർന്നിരുന്നു. അങ്ങനെ എങ്കിൽ യൂത്ത് ലീഗ് നേതാക്കൾക്ക് പൊന്നാനിയിൽ വരുന്ന ഒരു അഭ്യൂഹവുമുണ്ട്. ഇതിനെല്ലാം വിരാമമാകുന്ന ഒരു നിർണായക ചർച്ച തന്നെയാണ് ഇപ്പോൾ എന്തായാലും പുരോഗമിക്കുന്നത്. ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഈ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ലീഗിനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF വലിയൊരു പരീക്ഷണമാണ്. ഐക്യത്തോടെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതുണ്ട്. ലീഗിനെ സംബന്ധിച്ച് നിരവധി രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, സമസ്തയുമായി ബന്ധപ്പെട്ട ഭിന്നതകൾ ഉൾപ്പെടെ. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ ഐക്യത്തോടെ നേരിടുക എന്നൊരു ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒരു സമവായത്തിലേക്ക് എത്തുന്ന ഒരു തീരുമാനം തന്നെ കൈക്കൊള്ളും എന്നൊരു ലക്ഷ്യം തന്നെയാണ് ലീഗിനുള്ളത്. അപ്പോൾ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ആവശ്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ഒരു സമവായ ഫോർമുലയിലേക്ക് ലീഗിന് എത്താൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം നേതാക്കൾ ഉൾപ്പെടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ആരായിരിക്കും സ്ഥാനാർത്ഥികൾ എന്നുള്ള കാര്യം, ഒപ്പം തന്നെ മൂന്നാം സീറ്റും രാജ്യസഭാ സീറ്റ് നൽകുന്നതിൽ കൊണ്ട് തൃപ്തിപ്പെടുമോ, അതിലൊക്കെയുള്ള ലീഗിന്റെ ഒരു ഔദ്യോഗിക തീരുമാനം എന്തെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അതേസമയം തന്നെ ഈ പാർട്ടിക്കകത്ത് തന്നെ യൂത്ത് ലീഗൊക്കെ യുവ നേതാക്കൾ വേണമെന്നുള്ള യുവത്വത്തെ മുന്നോട്ട് വെക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതിലൊക്കെ ഏത് തരത്തിലാണ് അതൊക്കെ പരിഗണിക്കുക? പണ്ട് കണ്ടതുപോലെയല്ല, മുൻപുള്ളതുപോലെയല്ല. മുസ്ലിം ലീഗിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പുറത്തു വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ എന്താകും എന്നുള്ളത് ഈ യോഗത്തിന് ശേഷം നമുക്കറിയാൻ സാധിക്കും.